അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ, കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനും എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത്. അടിത്തറ ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലീഡേഴ്സിനുണ്ടായിരുന്നത് എന്താണ്? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞു. അത് എനിക്ക് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പുറപ്പാട് 33:17 പറഞ്ഞില്ലേ ഇന്നലെ? എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തിൽ ലീഡർ. ആര്? പത്രോസ്. പത്രോസിൻ്റെ എങ്ങനെയാണ്? പത്രോസിനെ ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്?
എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണുണ്ട്. ഇതാണ് യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാം വട്ടം ചോദിച്ചു, രണ്ടാം വട്ടം ചോദിച്ചു, മൂന്നാം വട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിലെത്തിക്കും. എങ്ങനെയാണ്? അപ്പോൾ പത്രോസ് പറയും, കർത്താവേ, അങ്ങയ്ക്ക് എല്ലാം അറിയാം. അതായത് പത്രോസിനെ കുറിച്ച്, മോസസിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ പത്രോസിനെ കുറിച്ചും പറയണത്. യോഹന്നാൻ 21:17 അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അതായത് നീ എല്ലാം അറിയത്തില്ലേ, ഈശോയ്ക്കും പത്രോസിനും മാത്രം അറിയാവുന്ന പത്രോസിന്റെ ജീവിതത്തിൽ ഒരു എല്ലാം ഉണ്ട്, മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത്. ഇതുതന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക, ഞാൻ അധികാരം കൊടുക്കാൻ കാരണം. മോസസിനും അത് തന്നെയാണ് അധികാരം കിട്ടാൻ കാര്യം. എന്താണ്? ആ 33:17 എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോഴേ ദൈവത്തിന് വേണ്ടി മാത്രം വേറെ മനുഷ്യൻ്റെ ഒരു പ്രീതിയുമില്ലാതെ, അതുകൊണ്ട് മനുഷ്യൻ്റെ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത്. മത്തായി 6:6 എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് 6:3-4 നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തണല്ലേ, കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ അമ്മ എന്തുമാത്രം അവരെ പനിയായി കിടന്നോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ, പിള്ളേർക്ക് വല്ലതും അറിയാവാ? നമ്മളിങ്ങനെ എപ്പോഴും പിള്ളേർ പറയും, നീ 3 വയസ്സ് വരെ നീ എന്നെ കിട്ടുവാന്ന് പോലും പേടിയായിരുന്നു മനുഷ്യന്. ഞാൻ ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട്. ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല, പാട്ടിൻ്റെ കാര്യമില്ല. അവരെ അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ, അത് ദൈവത്തിന് വേണ്ടിയായിട്ട് വരവഹിച്ചാൽ മതി. അപ്പോൾ നീയും ദൈവവും തമ്മിൽ ഒരു രഹസ്യ ദിനമുണ്ടായിരുന്നു. കർത്താവേ, ആ കാര്യങ്ങളെല്ലാം നിന്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണമെന്ന് പറയണം. അങ്ങനെ ആസ്തി പദ്ധതി വർദ്ധിപ്പിക്കണം. ഓക്കെ. റേഡിയോ തെറാപ്പിയിലൊന്നും OP എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്, ഗമസ്റ്റോളജി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ കാണിക്കാൻ പോയപ്പം എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം എന്നും എൻ്റെ കഴുത്തിലിട്ട് തന്നെയാണ് ഞാൻ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് വേദനിച്ച് കരഞ്ഞ്, അമ്മ മാതാവേ, എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ അപ്പുറത്ത് പോകാനുള്ള കഴിവ് പോലും എനിക്കില്ല, എനിക്ക് ഒരു ബുദ്ധിയും ഇല്ലാത്ത സ്ത്രീയാണ് അമ്മ, എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ. ഞാനിവിടെ പോയാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് പോകുന്നത്, അല്ലാതെ എനിക്ക് യാത്ര ചെയ്ത് കുറേ ദൂരം ഇന്നടുത്ത് പോയി ഇറങ്ങാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വേദനിച്ച് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഡോക്ടർ പേര് വിളിച്ചു. അകത്ത് കയറിയപ്പോൾ മെയിൻ ഡോക്ടറെ അടുത്ത് ഒരു രോഗി ഇരിക്കുന്നു. ഞങ്ങളടുത്ത ഒരു ഡോക്ടറെ അടുത്താണ് കാണിക്കാൻ പോയിരുന്നത്. അപ്പോൾ
അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. എൻ്റെ സങ്കടമെല്ലാം അവിടെ തന്നെ പോയി. ഡോക്ടർ പറയുന്നു, ഡോക്ടർ എല്ലാ കാര്യങ്ങളും മെയിൻ ഡോക്ടർ അടുത്തിരുന്ന രോഗിയോടല്ല ചോദിച്ചത്, അടുത്തിരുന്ന ഡോക്ടർ അടുത്തിരുന്ന രോഗിയുടെ എല്ലാ രോഗവിവരങ്ങളും ചോദിച്ചു. അപ്പോൾ തൈറോയ്ഡുണ്ട്, BP ഉണ്ട്, ഷുഗറുണ്ട്, BP ഷുഗർ ഹാർട്ടിൽ വ്യാപിച്ചിട്ടുണ്ട്, മൂത്രാശ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഡോക്ടറെല്ലാം നോക്കിയിട്ട് ഉടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ചികിത്സാ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കേട്ടു. അങ്ങനെ ആരും ചോദിക്കില്ല. എനിക്കപ്പോഴും മനസ്സിലായി അമ്മ അവിടെ ഇടപെട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചികിത്സാ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്ന് പോകുമ്പോൾ അത് എടുത്തു വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു ഉടൻ തന്നെ അഡ്മിറ്റ് ആക്കണം. 2 മണിയായി. അഡ്മിറ്റാക്കിയിട്ട് എല്ലിൽ നിന്ന് മഞ്ച കുത്തിയെടുത്ത് പരിശോധിക്കണം, നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി മഞ്ച എടുത്ത് കുത്തി പരിശോധിക്കാനായിട്ട് അവിടെ എല്ലാം എടുത്ത് ഡോക്ടർ കൊടുത്തു. അതിന് പോലും എനിക്ക് പോകാൻ എനിക്ക് വഴി അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പേ പറയണം, അത്രയ്ക്ക് എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. ഞാൻ അതും കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ദൂതനെ അയക്കും പോലെ ഒരു ദൂതനെ തന്നെ ഈശോ അയച്ചു. എൻ്റെ കൂടെ ഭർത്താവ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന് ഈ എടുത്ത മഞ്ച കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ആ ദൂതൻ എൻ്റെ കൂടെ വന്ന് പുറത്ത് കൊണ്ടുപോയൊക്കെ കൊടുത്തിട്ട് വന്നു. എല്ലാം എനിക്ക് അമ്മ മാതാവ് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴവിടെ തന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. നെഞ്ചിൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെഞ്ചിൽ CT സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയുണ്ട്. അവിടെ ഡോക്ടറെ അടുത്തൊക്കെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇവിടെയൊക്കെ മുഴയുണ്ട്, അതുകൊണ്ട് ഒരു CT സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാനിങ് എടുക്കാൻ പോയി. CT സ്കാനിങ് എടുത്ത് അതും അവർ പറഞ്ഞു സംശയമുണ്ട്, നമുക്ക് പ്രത്യേകം നോക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് വേണം വന്ന് ഈ CT സ്കാനിങ് ആക്കി. അത് 2250 രൂപ മരുന്ന് കുത്തി വെച്ചാണ് ഇത് പരിശോധിച്ചത്. ഇത് മുഴയുണ്ടെന്ന് അറിവുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്ത് കുത്തി പരിശോധന നടത്തിയ റിപ്പോർട്ടും CT സ്കാനിങ് ചെയ്ത റിപ്പോർട്ടും രണ്ടും ഒരുമിച്ച് കിട്ടി. ഇത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളെ പുറത്താക്കിയിട്ട് മകനെ മാത്രം ഇരുത്തി പറഞ്ഞു ക്യാൻസർ 4.5% ഉണ്ട്, 3 മുഴ ശ്വാസകോശത്തിൽ 2-3 മുഴയുണ്ട്, അതുകൊണ്ട് മൂക്കിൽ കൂടെ ട്യൂബിറക്കി ചെയ്യുന്ന ഒരു ചെക്കപ്പ് ഉണ്ട്, അതിന് ഡേറ്റ് തരാം, നിങ്ങൾ വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നതിനും തലേ ദിവസം 10 മണിക്ക് ശേഷം ആഹാരമൊന്നും കഴിക്കരുത്, വരുമ്പോഴും ഒരു ആഹാരവും കഴിക്കല്ലേ, വേണമെങ്കിലും BP-ക്കുള്ള ഗുളിക മാത്രം കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാണ് വിട്ടത്. 10-20 ദിവസത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി. അന്ന് മുതൽ കാശുരൂപം എടുത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലം കയ്യിലെടുത്ത് ഭർത്താവിൻ്റെ കുറുക്കിലും നെഞ്ചിലും കുരിശ് വരച്ച് ഈശോപ്പാ ഞാൻ പാവിയാണ്, അമ്മ മാതാവേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ രോഗം എടുത്ത് മാറ്റിത്തരാൻ അങ്ങ് പുത്രനോട് മാധ്യസ്ഥം വഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് കുറുക്കിലും നെഞ്ചിലും വരച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്നും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞോടെ എന്നും ചെയ്യുമായിരുന്നു. പോകുന്ന തലേ ദിവസം രാത്രി 10 മണിക്ക് ശേഷം ഒരു തുള്ളി ഉടമ്പടി ഉപ്പ്, ഒരു തുള്ളി എണ്ണ, ഒരു തുള്ളി തേന്, ഉടമ്പടി തേന്, ഇത് 3ഉം എടുത്ത് പൂരം വെള്ളത്തിൽ ഒഴിച്ച് കുരിശ് വരച്ച് മാതാവിനെ ഈ വെള്ളത്തിൽ കാണിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ ഭർത്താവിന് രാത്രി കൊടുത്തു. പോകുന്ന സമയത്തും ഇതുപോലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഭർത്താവിന് കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോയി ചെക്കപ്പിന് സമയമായി. ചെക്കപ്പ് നടത്താൻ കണ്ണുകൾ കെട്ടി അവർ മൂക്കിൽ കൂടെ ട്യൂബിറക്കി ചെയ്യുന്ന ഇതാണ്. അപ്പോഴേ നമുക്ക് ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു വലിയ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. അത് ഉള്ളിൽ നിന്നെടുത്ത് പുറത്ത് ലാബിൽ പത്തോളജിയിൽ ചെയ്യേണ്ടതാണ്. 2 പേരെ കൂടെ കൊണ്ടുവരണം. ഇത് 2 ലാബിലായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് പോയതാണ്. അവിടെ പോയപ്പോൾ കണ്ണ് കെട്ടി പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മുഴ പോലും യേശുവപ്പ അവിടെ വച്ചിരുന്നില്ല. എല്ലാം യേശുവപ്പ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് അവിടെ നിത്തുപൂരം കഫം എന്തോ എടുത്ത് 2 ലാബിൽ കൊടുത്ത് ചെക്കപ്പ് ചെയ്ത് അതിൽ ഒരു കുഴപ്പവുമില്ല. ഈ റിസൾട്ട് കിട്ടി. സ്കാനിങ്ങിലെ റിപ്പോർട്ടും എല്ലാം കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ന്യൂറോ സർജറീനെ കാണിക്കാൻ പറഞ്ഞു. ഈ ശ്വാസകോശത്തിൽ മുഴയോ ഒന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവുമില്ല, ഇനി ന്യൂറോ സർജറിയെ കാണിക്കാൻ പറഞ്ഞു. നേരെ ന്യൂറോ സർജറിയെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ റിപ്പോർട്ടും എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, ഇത് ചെറിയ കുഴപ്പം മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറും, അത് ഒരു ഞരമ്പ് തെറ്റിക്കിടക്കുകയാണ് കുറുക്കിൽ, അതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു സാറേ ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ആര് പറഞ്ഞു, ഈ ഇരിക്കുന്ന ആൾക്ക് ഈ ക്യാൻസർ എന്ന രോഗമേ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഈശോ സൗഖ്യം കൊടുത്തതാണ് ഇന്നിവിടെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുവാൻ തന്ന കൃപ. ഒരു ഗുളിക പോലും ക്യാൻസർ എന്നും പറഞ്ഞ് കഴിക്കാനുള്ള കൃപ എൻ്റെ യേശുവപ്പൻ നടത്തി തന്നില്ല. അതുപോലെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കൊച്ചുമകളുടെ കണ്ണ് മകൾ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ കണ്ണ് പ്രസവിച്ച അന്ന് മുതൽ ആ കൊച്ചിൻ്റെ കണ്ണ് പഴുത്ത് മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു. അപ്പോഴേ തുള്ളി മരുന്ന് ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വയസ്സ് വരെ ഒഴിക്കണം. ഇത് 3 മാസം 6 മാസം ആകുമ്പോൾ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ തുള്ളി മരുന്ന് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം, ഒരു വയസ്സാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാം, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ കണ്ണിൽ ഒരു പഴുപ്പ് പോലും ഇല്ലാതെ ഈശോ സൗഖ്യപ്പെടുത്തി. അതുപോലെ എനിക്ക് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരു 28 വർഷം കൊണ്ട് എനിക്ക് വെരിക്കോസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അത് കസേരയിൽ പോയി ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഞരമ്പ് പിടച്ച് നിന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സർജറിക്കൊന്നും പോയില്ല, വേദന അനുഭവിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് മുതൽ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് 2:30 എന്നും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന, തിരുഹൃദയ ഫോട്ടത്തിൻ്റെ അമ്മേരെയും അടുത്ത് ഞാൻ മുട്ടുകുത്തിയിരുന്ന് എന്നും ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായിട്ട് 2:30 3 മണിക്ക് മുമ്പായിട്ട് എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് ഇന്ന് ഞാൻ മുടങ്ങിയിട്ടില്ല, ഇന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു വർഷം വരെ ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞില്ല. ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു അടി കാലിൽ ഈ മിന്നൽ വന്നടിക്കും പോലെ എനിക്ക് തോന്നി. 2 കാലും കുറുക്കിൽ ശകലച്ച വന്ന് തലയിൽ ഒരു ശകലച്ച വന്ന് അടിച്ചു. 2 കാലിൽ നല്ലതായിട്ട് ഒരു അടി മിന്നൽ വന്നടിക്കും പോലെ തോന്നി. ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കി. എൻ്റെ യേശുവപ്പ എനിക്കിതെന്തോന്ന് പറ്റിയതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈശോ സുഖം തന്നത് തന്നെ. പിറ്റേ ദിവസം കാലിലെ ഞരമ്പ് പിതുക്കി നോക്കിയപ്പോൾ വേദനയുമില്ല, ശൂന്യമായിരിക്കുന്നു. ഞരമ്പിലെ രക്തം ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, നോർമലായി. ഇപ്പോഴും നല്ല സൗഖ്യമുണ്ട്. അതുപോലെ എൻ്റെ മൂത്ത സഹോദരൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം വന്ന് 4 ബ്ലോക്കായി
ഓപ്പറേഷന് നാളെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ തലേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വച്ചു. എൻ്റെ സഹോദരന് ഓപ്പറേഷൻ ഒരു കുഴപ്പം കൂടാതെ നടത്തി തരണേ മാതാവേ എന്ന് ഒരു നിയോഗം വച്ചു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും കാശുരൂപവും ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ പോയപ്പോൾ എൻ്റെ സഹോദരൻ ഓപ്പറേഷന് റെഡിയായി കിടക്കുകയാണ്. നെഞ്ചിലന്ന് എടുക്കുന്ന ഓപ്പറേഷനാണ്. കാലിലന്ന് ഞരമ്പ് വെട്ടിയാണ് നെഞ്ചിൽ വയ്ക്കുന്നത്. അങ്ങനത്തെ ഓപ്പറേഷനായിരുന്നു. ഞാൻ അവിടെ പോയി ഈ കാശുരൂപം എൻ്റെ മൂത്ത സഹോദരൻ്റെ നെഞ്ചിൽ കാശുരൂപം വച്ച് ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ, യേശപ്പ ഞാൻ പാവിയാണ്, ഞാൻ എപ്പോഴായാലും ഞാൻ പാവിയാണ് യേശപ്പ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കാശുരൂപം ഈശോയുടെ തൈലം എടുത്ത് കുരിശ് വരയ്ക്കുള്ളൂ. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് എൻ്റെ സഹോദരൻ നല്ല സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ രണ്ട് കണ്ണും ഇവിടെ വേദനയായിരുന്നു. അങ്ങനെ യൂട്യൂബ് വഴി അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, കണ്ണിന് വേദന ഉള്ളവർ, ചെവിയുടെ വേദന ഉള്ളവരൊക്കെ കൈകൾ വച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കണ്ണിലും ചെവിയിലുമായിട്ടിങ്ങനെ കൈ വച്ച് പ്രാർത്ഥിച്ചു. രാത്രിയാണ് എനിക്ക് കൂടുതൽ ചൊറിച്ചിലും വേദനയും വരുന്നത്. ആ സമയമായപ്പോൾ ഞാൻ ചൊറിഞ്ഞിട്ട് എനിക്കൊരു വേദനയുമില്ല. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് എൻ്റെ കണ്ണിൽ ആ വേദന ഒന്നും വന്നിട്ടുമില്ല. യേശു രോഗസൗഖ്യം തന്ന് എനിക്ക് ഗ്രഹിച്ചു. അപ്പോൾ ഉടമ്പടിയാണ് ഏറ്റവും ടോപ്പ് സംഭവം. ഉടമ്പടി എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഉടമ്പടി ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ചെയ്ത് അത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിന്നു. പക്ഷേ നമുക്ക് കഷ്ടപ്പാട് വരികയാണെങ്കിൽ നിൻ്റെ ഉടമ്പടിയെ, പണ്ട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിനക്ക് കഷ്ടപ്പാട് വരുന്ന കാലത്ത് നീ ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടായാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ട് പനുവിൻ്റെ പറയുന്നത് അവന് ഭക്തിയാണെന്നല്ല. എന്താ ഭക്തി? അവൻ ഉടമ്പടി ചെയ്യാൻ, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകണമെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോയി അഭിഷിക്തനെ കണ്ട് തൻ്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാപ്പാക്കാൻ പ്രാർത്ഥിച്ചു. മാപ്പ് മേടിച്ചു. വീട്ടിൽ വന്ന് വീടടിച്ച് വാരി എല്ലാം ക്ലിയർ ചെയ്ത്. സാക്ഷ്യത്തിൻ്റെ പോക്കതാണ്, അതിൻ്റെ ലെവലതാണ്. വെച്ചാൽ ഓരോ മനുഷ്യന്മാർ ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കൊടുക്കാൻ കാര്യം? ഞാൻ എല്ലാ ദിവസവും ധ്യാനിപ്പിക്കുന്നുണ്ട് അല്ലേ, എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് കാര്യം? ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഉച്ച കഴിഞ്ഞ് പിന്നെ ആൾക്കാർ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞങ്ങളിവിടെ 2:30 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച് കളയും. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നത് അംഗവും കാണാം, താളിയും പറിക്കാനും, അളിയനെയും കാണാം, ആലപ്പുഴയും പോകാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വരുന്ന ആൾക്കാരില്ലേ, അവന്മാരെ നമ്മൾ ഇതിനകത്ത് കൂട്ടണില്ല. കാര്യം അവരിതിൻ്റെ സെക്കൻഡായിട്ടാണിത് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടെ ഒരു സംഭവം കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് പോയി കാണുകയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്നാമത്തെ രാവിലെയുള്ള ഉടമ്പടി, 10:30 ഉടമ്പടി, 2 മണിക്കുള്ള ഉടമ്പടി, അതിന് ഞങ്ങൾ ആവശ്യമായ ക്ലാസ്സും നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ക്ലാസ്സില്ല. കാര്യം ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് ഓടിത്തിരിഞ്ഞാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ എന്താണ്, ഉടമ്പടിയുടെ ഭക്തിയാണ് അദ്ദേഹത്തിന്. കാര്യം ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലെവായുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, എന്താണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 11:44 ലെവായ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ. കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. അതാണ് സംഭവം.
ദൈവം പരിശുദ്ധനായ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു അതർ കക്ഷിയാണ്. ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. അപ്പോൾ നിങ്ങളാരായിരിക്കണം? നിങ്ങളും പരിശുദ്ധരായിരിക്കും. ആ ഓൺലൈൻ ഉടമ്പടിക്കാരൻ അതാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ആ വിശുദ്ധി സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഭ നിഷ്കർഷിക്കുന്ന മാർഗങ്ങൾ അവലംബിച്ച് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് കർത്താവ് വീട്ടിലേക്ക് വരുന്നെന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ട് വീടെല്ലാം ചവറെല്ലാം മാറ്റി ചപ്പെല്ലാം മാറ്റി അടിച്ച് വൃത്തിയാക്കി മെനയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. അപ്പം അത്രയും ഭക്തിയാണത് കാണിക്കുന്നത്. ഭക്തി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വായിച്ചില്ലേ, എന്താണ് എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ മാതാവ് അമ്മയും പറഞ്ഞത്. ലുക്ക 1:50, ലുക്ക 1:50. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അപ്പോൾ ഭക്തരുടെ മേലാണ് ഈ കരുണ വർഷിക്കണത്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? കരുണയാണ്. അതേത് കാലത്താണ് വരണത്? കഷ്ടകാലത്താണ്. കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം നമുക്ക് കാരുണ്യം തരണത്. കഷ്ടപ്പാടുണ്ടാകണത് എങ്ങനെയാണ്? നമ്മുടെ മെരിറ്റുകൾ പോകുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകണത്. നമുക്ക് കഷ്ടപ്പാട് ഒക്കെ ഉണ്ടാകണത് എപ്പോഴാണ്? മെറിറ്റ്. ഇപ്പോൾ ആ 2 കോടി കടം വന്നത് എങ്ങനെ? മെറിറ്റ് പോയി, പ്രളയം വന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി, കഷ്ടപ്പാടായിപ്പോയി, മെറിറ്റ് പോയി. അപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെങ്കിലും വീണ്ടും വന്ന് 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് എടുത്ത ഉടമ്പടിയാണ്. പക്ഷേ കടക്കാർ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ഉടമ്പടി പ്രമാണം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വരികയും. അതാണ് ഭക്തി എന്ന് പറയണത്. അത് വിശ്വാസമാണ്.